ലാസ്റ്റ് വ്ളോഗിൽ നമ്മൾ ഇന്ത്യക്കാരുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഫസ്റ്റ് ഡേ ആയിട്ട് കാലിക്കറ്റ് ആണ് ചൂസ് ചെയ്തത്. കാലിക്കറ്റിലുള്ള ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ആക്കി. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. സോ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് വയനാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാലിക്കറ്റിൽ നിന്ന് നേരെ വയനാട്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലേക്ക് ഇവിടുന്ന് ഒരു 3 മണിക്കൂറിൻ്റെ അടുത്താണ് കേട്ടോ ട്രാവൽ ടൈം വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ വയനാട് പോകുന്നുണ്ട്. വയനാട് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. അവിടുത്തെ ഒരു മെയിൻ ഡിഷ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം. കുറേ നാളായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമ്മുടെ ആ സ്പെഷ്യൽ ഐറ്റം വേറൊന്നുമല്ല കേട്ടോ, വയനാടൻ പോത്തുംകാലാണ്. വയനാടൻ പോത്തുംകാൽ കഴിക്കണമെങ്കിൽ നിങ്ങൾ വയനാട് തന്നെ വരണമല്ലോ. സോ വയനാട്ടിൽ നമ്മൾ മൂരിക്കാപ്പ് ഹോംലി ഫുഡ് റെസ്റ്റോറൻറ്റിലാട്ടോ വന്നത്. ഇതൊരു ഉമ്മയും മോളും കൂടിയിട്ട് നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അവരുടെ വീടിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഒരു ചെറിയ സെറ്റപ്പിൽ ചെയ്യുന്നതാണ്. വയനാട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റിൽ നിന്ന് വയനാടൻ പോത്തുംകാൽ കഴിക്കാൻ പറ്റും. ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1 hour മുന്നെങ്കിലും നിങ്ങൾ ഇവർക്ക് വിളിച്ച് പ്രീ ബുക്ക് ചെയ്യണം കേട്ടോ. കാരണം ലിമിറ്റഡ് എമൗണ്ട് ഓഫ് പോത്തുംകാലാണ് ഇവരുടെ കയ്യിലുണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം വരുന്നത് ആരാണോ അവർക്ക് ഇവർ കൊടുക്കും. പിന്നെ ബുക്ക് ചെയ്തവർക്കും ഇവർ മാറ്റി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു പോത്തുംകാല് കഴിക്കുന്നതും ഒരു പ്രത്യേക സെറ്റപ്പിലാട്ടോ. ഇത് വെക്കാനായിട്ട് ഒരു വുഡിന്റെ പലക പോലത്തെ ഒരു സംഭവം നമുക്ക് കൊടുന്നുതരും. അതിന് മുകളിലായിട്ട് വെച്ചിട്ട് അതിന്റെ മീറ്റൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അതിന്റെ ഉള്ളിലുള്ള മജ്ജ കഴിക്കലാട്ടോ ചെയ്യുന്നത്. പേഴ്സണലി എനിക്ക് ഈ ഒരു മീറ്റ് ഫ്ലേവർ കൂടുതലായിട്ടുള്ളത് അധികം കഴിക്കാൻ പറ്റില്ല. മജ്ജ ഞാൻ കഴിച്ചില്ല കേട്ടോ. പക്ഷെ ഇന്ത്യക്ക ഈ ഒരു മീറ്റ് ഫ്ലേവറും കാര്യങ്ങളൊക്കെ നല്ലോണം കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നല്ലോണം കഴിച്ചത് ഇന്ത്യക്കായിരുന്നു. ഞാൻ അതിൻ്റെ ആ ഒരു മീറ്റില്ലേ, അതിൻ്റെ കട്ട് ചെയ്തെടുത്ത മീറ്റ് മാത്രമാട്ടോ ഞാൻ കഴിച്ചത്. നല്ലൊരു കുരുമുളകൊക്കെ ഇട്ട് നമ്മളൊരു മരുന്ന് കഴിക്കുന്ന പോലത്തെ ഒരു ഫീലാട്ടോ ഇതിന്. അങ്ങനെ നമ്മൾ വയനാട്ടിൽ നിന്ന് മൈസൂർക്ക് തിരിച്ചു കേട്ടോ. മൈസൂർക്ക് ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ രാത്രിയാവും മൈസൂര് ചെക്ക് ഇൻ ചെയ്യുക. വയനാട് നമ്മൾ സ്റ്റേ ഒന്നും എടുക്കുന്നില്ല. മൈസൂരാണ് നമ്മൾ നെക്സ്റ്റ് ഒരു രാത്രിയിലെ സ്റ്റേ എടുക്കാനും ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനും ഒരു സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കി ഫുൾ ടൈം നമ്മൾ ട്രാവൽ ആയിരിക്കും, ഓൺ റോഡായിരിക്കും നമ്മൾ. അപ്പോൾ ബാക്കി മൈസൂരിലുള്ള വിശേഷങ്ങൾ നാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വയനാട്ടിലേക്ക് ഇനി ഇവിടുന്ന് ഒരു ലോങ് ജേണിയാണ്. അപ്പം നമ്മൾ രാത്രി അധികം വൈകാതെ തന്നെ നമ്മളുടെ ഹോട്ടലിൽ എത്തണമെന്നുണ്ട് കേട്ടോ. ഡിന്നർ ഒന്നും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നില്ല. നമ്മൾ വയനാട്ടിൽ തന്നെ പുതിയതായിട്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള നെസ്റ്റോയിൽ കയറിയിട്ട് കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി വണ്ടിയിൽ വെക്കുക കേട്ടോ. നാട്ടിലിപ്പോൾ ഒരുപാട് സ്ഥലത്തായിട്ടോ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റും കാര്യങ്ങളും കണ്ടുവരുന്നത്. ദുബായിലും ഷാർജയിലൊക്കെ താമസിക്കുന്ന മലയാളികൾക്ക് ഈ നെസ്റ്റോയുടെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് നല്ലോണം അറിയുന്ന ഒരു കാര്യമാണ്. ഒരു സ്പേസിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും, അതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ. അപ്പം നാട്ടിലുള്ളവർക്കും ഈ ഒരു ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലത്തെ റോഡ് ട്രിപ്സും അതുപോലെ തന്നെ ലോങ് ട്രാവൽസ് ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ മാക്സിമം അവരെ എന്റർടൈൻഡ് ആയിട്ട് ഇരുത്താനും അവരുടെ ബോറടി കുറയ്ക്കാനായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, സ്നാക്സ്, ടോയ്സ് ഒക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കേണ്ടത്. ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ റോഡ് ട്രിപ്പ് ഇവിടെ മൈസൂരിലാട്ടോ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. മൈസൂരിൽ ഇസ്മി ഹോട്ടൽസ് പറയുന്ന ഒരു NRM റെസിഡൻസിയിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. ജസ്റ്റ് ഒന്ന് സ്ലീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്റ്റേ എടുക്കുന്നത് കേട്ടോ. അല്ലാതെ സ്റ്റേക്കേഷൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. ഈ ഒരു വ്ളോഗിൽ നമ്മൾ ഫുള്ളായിട്ട് നമ്മളുടെ റോഡ് ട്രിപ്പും ഡെസ്റ്റിനേഷൻസും കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് മൈസൂർ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മൈസൂർ സൂ, അതുപോലെ തന്നെ മൈസൂർ പാലസ്, പിന്നെ മൈസൂരിൽ മാത്രം കിട്ടുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് തസ്ലിക്കാബ്സ് യൂട്യൂബ് ചാനൽ. ഈ ഒരു റോഡ് ട്രിപ്പിൽ മൊത്തം നമ്മൾ 2000 ബിലോ റേറ്റ് വരുന്ന ഹോട്ടൽസ് ആട്ടോ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് താമസിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടൽ റൂം ഇതന്നായിരുന്നു. കാരണം ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ്. പിന്നെ എല്ലാം നല്ല സർവീസ് ഉണ്ടായിരുന്നു, നല്ല റൂംസ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അധികം ടൈമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. സോ നമുക്ക് മാക്സിമം വേണ്ടത് നൈറ്റ് ടൈമിൽ ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. സോ അത് നന്നായി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഹാപ്പി ആയിരിക്കും കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ പോകുന്നത് ഇനി
മൈസൂർ സൂവിലേക്കാണ്. ഔട്ട്ഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ടാവും സൂവിലും. അപ്പോൾ ഒരു ഉച്ച ആകുമ്പോഴേക്കും നമുക്ക് സൂ കണ്ടു തീർക്കാം. വെയിൽ കൊണ്ട് അധികം നടക്കേണ്ടി വരില്ലല്ലോ. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വാശി പിടിക്കാനുള്ളൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ സൂ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. അസുബേബിക്ക് ആനിമൽസിനെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മൈസൂരത്തെ ട്രാഫിക് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ട്രാഫിക് അല്ല, ഇവിടുത്തെ ഒരു ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്ന സംഭവമാണ് കേട്ടോ. ശരിക്കും 2 സൈഡിൽ നിന്നും 3 സൈഡിൽ നിന്നൊക്കെ നമുക്ക് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക. ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത പോലെ കേട്ടോ തോന്നിയത്. നമ്മുടെ കേരളത്തിലൊക്കെ എത്രയോ ഭേദമാണ് ഡ്രൈവിംഗ് എന്ന് നമുക്ക് തോന്നി. കാരണം എന്തൊക്കെ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഭയങ്കര പേടിച്ചിട്ടാട്ടോ ഇവിടെ ഡ്രൈവിംഗ് ചെയ്തിരുന്നത്. ഏത് സൈഡിൽ നിന്ന് വന്നിട്ടാണ് നമുക്ക് മുട്ടൽ വരിക എന്നുള്ളത് അറിയില്ല. അത് കാരണം തന്നെ നല്ല കെയർഫുള്ളായിട്ട് വേണം മൈസൂർ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത്. പിന്നെ സിറ്റിയിൽ നിന്ന് തൊട്ടടുത്തടുത്ത് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഡിസ്റ്റൻസിലായിരിക്കും എല്ലാ നമ്മുടെ അട്രാക്ഷൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അധികം നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മൈസൂർ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ രാവിലെ നേരത്തെ എത്തിയാലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സൂടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ വരുന്നതല്ലേ, അപ്പോൾ നമുക്ക് കുറേ ക്യൂ നിന്നിട്ട് വേണം കയറാനും. നമ്മളിപ്പോൾ ഉള്ളത് മൈസൂർ സൂവിലാട്ടോ. അപ്പോൾ സൂവിലേക്കുള്ള ടിക്കറ്റ് നമ്മൾ ഇന്നലെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാതിരിക്കുക. കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് അത് ടെക്നിക്കൽ എററാണ്, രണ്ടാമതും ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റീഫണ്ട് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ രണ്ടാമത് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തു. സിമ്പിളാണ്, കൗണ്ടറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ടിക്കറ്റ് കിട്ടും. അധികം തിരക്കില്ലാത്ത ടൈമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. പെർ പേഴ്സൺ 100 റുപ്പീസാണ് വരുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇനി മൈസൂർ സൂവിലുള്ള ബാക്കി വിശേഷങ്ങൾ നമ്മൾ കാണിച്ചു തരാം. എന്തായാലും സൂവിൻ്റെ ഉള്ളിലേക്ക് പോവാം കേട്ടോ. നമ്മളിപ്പോൾ എൻട്രൻസ് കഴിഞ്ഞിട്ട് കയറിയിട്ടുള്ളൂ. സൂവിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാം. സോ നമുക്ക് കിട്ടിയ ചെറിയൊരു പണിയുടെ ഒരു കാര്യമായിട്ടാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഈ വീഡിയോ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഏകദേശം തിരിച്ചെത്തിയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴും നമുക്ക് ആ റീഫണ്ട് എമൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങളും സൂവിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും ഓൺലൈൻ ടിക്കറ്റ് എടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. പിന്നെ രാവിലെ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പെട്ടെന്ന് തന്നെ എൻ്റർ ചെയ്യാൻ പറ്റും കേട്ടോ ഉള്ളിലേക്ക്. സൂവിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ബേർഡ്സിൻ്റെ സെക്ഷനാട്ടോ. അപ്പോൾ അസുബേബിയുടെ ഒരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ നിങ്ങൾ കണ്ടത്. ശരിക്കും നിങ്ങൾ മക്കളായിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് മൈസൂർ സൂ എന്ന് പറഞ്ഞാൽ. അത്രയും വലുപ്പമുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഭംഗിയിൽ ഇത്രയും ഗ്രീനറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സൂ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. അത് നമ്മളെ നാട്ടിൽ ഇത്രയും നന്നായി മെയിൻറ്റെയിൻ ചെയ്തൊരു സൂ തന്നെ അടിപൊളിയാണ് കേട്ടോ. സൂയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാലും. പിന്നെ മൈസൂരത്തെ വെതർ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു സൂയുടെ ഉള്ളിലത്തെ അവർ ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗ്രീനറിയുടെ ഒരു എഫക്റ്റ് കൊണ്ടാണോന്ന് അറിയില്ല, നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് നടന്ന് കാണാൻ പറ്റിയതാട്ടോ. ഒരുപാട് വലുപ്പമുണ്ട് ഈ ഒരു സൂ. പിന്നെ എല്ലാം ഒരുപാട് സ്റ്റുഡൻസും അവരുടെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ കാണാൻ നല്ല രസമാട്ടോ. ഈ ചെറിയ ചെറിയ കുട്ടികൾ ഇങ്ങനെ നോക്കി നിൽക്കണത് കാണാൻ നല്ല രസമാണ്. നമ്മളായാലും ഒരുപാട് നേരം ഇങ്ങനെ നോക്കി നിന്ന് പോകട്ടോ ഓരോ എനിമൽസിനെ കാണുമ്പോഴൊക്കെ. പിന്നെ ഓരോ എനിമൽസിനും അതിൻ്റേതായിട്ടുള്ള ആ ഒരു എക്കോസിസ്റ്റം ഇവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും സ്പേസ് എടുത്തിട്ടാണ് ഓരോ എനിമൽസിനെ ഇവർ വെച്ചിട്ടുള്ളത്. അത് കാണാനും നല്ല രസമാണ്. നമുക്ക് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമും അവർക്ക് കാണിച്ചു കൊടുക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുബേബിക്ക് മാക്സിമം അവൻ്റെ ഗിഫ്റ്റ്സ് ആയിട്ട്, അതായത് ബർത്ത്ഡേസിനൊക്കെ ഗിഫ്റ്റായിട്ട് നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങളും അവൻ കാണാത്ത കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് കഴിയുന്ന പോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യൽ അത് നല്ല കാര്യമല്ല. അപ്പോൾ ആ ഒരു എയിമോട് കൂടിയിട്ട് തന്നെ കേട്ടോ നമ്മൾ ഈ ഒരു മൈസൂർ സൂ വിസിറ്റ് ചെയ്യാന്നുള്ളതും തീരുമാനിച്ചത്. കാരണം അസുബേബിയുടെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് മന്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനക്ക് കൊടുത്തൊരു ചെറിയ ഗിഫ്റ്റ് തന്നെ ആയിരുന്നു ഈ ഒരു സൂ വിസിറ്റ്.
ഓരോ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോഴും പുതിയ ആളുകളായിട്ട് പരിചയപ്പെടുമ്പോഴൊക്കെ നമ്മളെ പോലെ തന്നെ നമ്മളെ മക്കളും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പ്രായത്തിൽ അവർ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്നത് നമ്മളുടെ ഓരോ ആക്ഷൻസ് ആയിരിക്കും. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാനാവട്ടോ അവർ നോക്കുക. അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് അവരും അവരുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യും. അങ്ങനെ സൂ വിസിറ്റ് കഴിഞ്ഞിട്ടോ മസ്റ്റായിട്ട് നിങ്ങൾ കയറേണ്ട ഒരു സംഭവമാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കാണാനായാലും അത്യാവശ്യം ആനിമൽസ് ഇതിലുണ്ട്. ബേർഡ്സ് ആനിമൽസൊക്കെ നമ്മൾ കാണാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ളായിട്ട് കവർ ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. എന്നാലും ചെറിയ ചെറിയ ഷോർട്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റില്ല, അകലെയാണ് ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നല്ല വിശപ്പുണ്ട്. നമ്മൾ ഇവിടെ ഉള്ള ഒരു ഫേമസ് ഒരു ഹിഡൻ ജെം എന്ന് പറയാം ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പോകുന്ന വഴിയിൽ പറഞ്ഞുതരാം. ഏകദേശം 2.5-3 മണിക്കൂർ നമ്മൾ സൂയുടെ ഉള്ളിൽ ചുറ്റി കറങ്ങിയതല്ലേ. ഇറങ്ങുമ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. ഈ സൂന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നേരെ നല്ലൊരു ഇളനീരിൻ്റെ ഒരു സ്റ്റാൾ കാണാം. ഈ ഒരു സ്റ്റാളിൽ നിന്ന് നമ്മൾ ഇളനീര് വാങ്ങി കുടിച്ചിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിൽ കിട്ടുന്നതിൻ്റെക്കാളും ഒരു ഡബിൾ സൈസ് ഉണ്ട് ഇവിടുത്തെ ഇളനീരിന്. അതുപോലെ തന്നെ നല്ല മധുരമുള്ള ഇളനീരായിരുന്നു. അത് കുടിച്ചപ്പോൾ തന്നെ നമ്മൾ നല്ലൊന്ന് റിഫ്രഷ് ആയി കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഞാൻ പറഞ്ഞ ഹിഡൻ ജെം, അതായത് മൈസൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായി കയറേണ്ട ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, സംസം റെസ്റ്റോറൻറ്റ്. ഇത് മീന ബസാറിലാണ് വരുന്നത്. നമ്മൾ മൈസൂരിൽ എല്ലായിടത്തും നോൺ വെജ് കിട്ടില്ല കേട്ടോ, അവൈലബിൾ അല്ല. അപ്പം നിങ്ങൾ നോൺ വെജ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൈസൂർ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരണം. ഇവിടുത്തെ ചില്ലി ബീഫും അതുപോലെ തന്നെ ബീഫ് ചട്പട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ നമ്മൾ ട്രൈ ചെയ്തത്. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്, എന്നാലും ഇത് അടിപൊളി ടേസ്റ്റാണ്, നല്ല വൃത്തിയാണ്. അധികം പ്രൈസ്ഡ് ഒന്നല്ല കേട്ടോ, ഓവർ പ്രൈസ്ഡ് ഒന്നല്ല. ഈ ഒരു ജ്യൂസി ആയിട്ടുള്ള ബീഫ് ചില്ലി ഒരു രക്ഷയില്ല. ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് അടിപൊളി ബീഫ് ചില്ലി ആയിരുന്നു. അതുപോലെ തന്നെ ബീഫ് ചട്പട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ബീഫ് നല്ലോണം വരട്ടിയിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് കഴിക്കില്ല, അതേ ഒരു ടേസ്റ്റ് ആട്ടോ ഈ ഒരു ബീഫ് ചട്പട്ടിന് കിട്ടിയത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ ഇവരുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ബട്ടർ നാനും ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. മീന ബസാറിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടുക. മീന ബസാറിലേക്ക് നിങ്ങളുടെ പ്രൈവറ്റ് കാറൊക്കെ ആയിട്ട് വരൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മീന ബസാറിന് പുറത്തായിട്ട് നമ്മളുടെ കാർ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഉള്ളിലേക്ക് നമുക്കൊരു ഓട്ടോ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ മതി കേട്ടോ. പിന്നെ പോകുന്ന വഴിയിൽ തന്നെ നല്ല ഫ്രഷ് ഇളന്തൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യക്കാരുടെ ഉമ്മാക്ക് ഈ ഒരു ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഇവിടുന്ന് വാങ്ങിയിരുന്നു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് മൈസൂർ പാലസിലേക്കാണ്. എന്തായാലും മൈസൂർ പാലസിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതും ബാക്കി ഇവിടെ മൈസൂർ നമുക്ക് ഇനി കഴിക്കാനുള്ള ഒരു ഫേമസ് ഐറ്റം കൂടി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.